ജയിൽ ചാടിയ സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. കണ്ണൂർ ജയിലിനകത്തും പുറത്തുമായിരുന്നു തെളിവെടുപ്പ്. ഗോവിന്ദച്ചാമിയെ 6 മണിക്കുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. ജയിൽ ചാടിയതിനെ തുടർന്ന് പ്രതിയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനം. വിവരങ്ങൾ നൽകാനായി ചേതൻ സാജൻ ചേരുകയാണ്. ചേതൻ, തെളിവെടുപ്പ് പൂർത്തിയായി. ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് നേരെ കൈവീശി കാണിക്കുന്ന നിലയിലേക്ക് പ്രതിയുടെ മനോനില മാറുന്നുണ്ട്. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? അസിത, നിലവിൽ കോഴിക്കോട് ജയിലിനകത്തെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഗോവിന്ദച്ചാമി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇവിടെയാണ് നിലവിൽ ഗോവിന്ദച്ചാമി ഉള്ളത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇവിടെ റിമാൻഡ് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കുകയാണ്. ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമായിരിക്കും ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 6 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ ഗോവിന്ദച്ചാമി ഇവിടെയുണ്ട്. പ്രധാനമായും ഈ വിഷയം നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ജയിലിൽ വെച്ച് അസിത പറഞ്ഞ പോലെ തെളിവെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി തളാപ്പിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. തളാപ്പിലെ കിണറ്റിൻ്റെ ഉള്ളിൽ വെച്ചാണ്, ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറ്റിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഇയാളെ കണ്ടെത്തിയത്. ഇനി നാളെ ഇവിടെയൊക്കെയായി ഈ ജയിൽ ചാടിയ ശേഷം പ്രതി ഗോവിന്ദച്ചാമി എങ്ങോട്ടൊക്കെയാണോ പോയത് അവിടെയൊക്കെ ഇനി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത് നാളെ ആയിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും ഞെട്ടിക്കുന്നത്, അതായത് ഈ ജയിൽ ചാട്ടം പ്രതി 3 തവണ മുൻപ് ജയിൽ ചാടാൻ ശ്രമിച്ചിരുന്നു എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. അത് മാത്രമല്ല, 5 വർഷം മുമ്പ് ജയിൽ ചാടാൻ ഇയാൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കോവിഡ് കാലം മുതൽ ഇയാൾ ജയിൽ ചാടാനുള്ള ആസൂത്രണ നീക്കം നടത്തിയിരുന്നു. ഇതിൻ്റെ തയ്യാറെടുപ്പുകൾക്കൊക്കെ വേണ്ടിയാണ് ശരീരഭാരം കുറക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇയാൾ മുന്നോട്ട് പോയത്. അതുമാത്രമല്ല, നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ഇന്ന് ഈ ജയിൽ ചാടിയ വിഷയവുമായി ബന്ധപ്പെട്ട് 10 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാൾ ജയിൽ ചാടാനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. ഇതിന് കാരണം, ഇനി തനിക്ക് ജയിലിൽ നിന്ന് ഒരിക്കലും മോചനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ പ്രതി ജയിൽ ചാടാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനു വേണ്ടിയാണ് ഇയാൾ പ്ലാസ്റ്റിക് വീപ്പ, നമുക്ക് 7.5 മീറ്റർ വലിപ്പമുണ്ട് അസിത ഈ കണ്ണൂർ ജയിലിൽ. സ്വാഭാവികമായും നമുക്കറിയാം, ഗോവിന്ദച്ചാമി ഭിന്നശേഷിക്കാരനാണ്. ഒരു കൈ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയില്ലാത്തൊരു മനുഷ്യനാണ്. അത്തരത്തിലൊരു മനുഷ്യനാണ് ഇത്ര വലിയൊരു ജയിൽ ചാട്ടം നടത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. നമുക്ക് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഇയാൾ ഇയാളുടെ സെല്ലിലെ ജയിലിലെ കമ്പി മുറിച്ചു മാറ്റിയതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എല്ലാ ദിവസവും ഓരോ സ്റ്റെപ്പായി പതുക്കെ ഓരോ മറ്റുള്ളവർ പോലീസുകാരുടെ കണ്ണിൽപ്പെടാതെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഇയാൾ കമ്പി മുറിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ 2 കമ്പി പോലീസ് സെല്ലിൻ്റെ ഇളക്കി മാറ്റിയാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഇയാളുടെ കൂടെ ഒരു അന്തേവാസിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾക്ക് ജയിൽ ചാടാൻ പറ്റിയില്ല. കാരണം ഈ ജയിൽ ചാടാൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തടിയൊക്കെ കുറച്ച് അരി ആഹാരം പൂർണ്ണമായും ഒഴിവാക്കി വെറും ചപ്പാത്തി മാത്രമാണ് ഇദ്ദേഹം ഭക്ഷിച്ചിരുന്നത്. പോലീസുകാരുടെ ശ്രദ്ധയിൽ ഇത് പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത്, തനിക്ക് ആരോഗ്യ പ്രശ്നം മൂലം ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇത്തരത്തിൽ അരി ആഹാരം ഉപയോഗിക്കാൻ കാരണം. സ്വാഭാവികമായി ഇത്തരം ശരീരഭാരം കുറഞ്ഞ ശേഷം ഇയാൾ 2 കമ്പി മാറ്റിയതിന് ശേഷം അതിലേക്ക് നൂഴ്ന്ന് ഇറങ്ങുകയായിരുന്നു. പിന്നീട് ഈ ഷോള് സംഘടിപ്പിച്ച ശേഷം പ്ലാസ്റ്റിക് വീപ്പ ഉപയോഗിച്ച് അതിന് മേലെ കയറി നിന്ന് ഫെൻസിങ്ങിന് അവിടെ കെട്ടിയിട്ടാണ് രാവിലെ 4:15 ശേഷം ഇയാൾ ഇവിടെ നിന്ന് കടന്നു കളയുന്നത്. ഈ കടന്നു കളഞ്ഞതിന് ശേഷമാണ് ഇയാൾക്ക് കണ്ണൂർ നഗരങ്ങളുമായി പരിസരങ്ങളുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എങ്ങോട്ട് വേണം പോകാൻ എന്നുള്ള ആശങ്കയുണ്ടായി. ഇയാൾ ആദ്യം ഉദ്ദേശിച്ചത് പെട്ടെന്ന് തന്നെ കണ്ണൂർ നഗരം വിട്ട് ഗുരുവായൂർ പോയി ഒരു മോഷണമൊക്കെ നടത്തി പിന്നീട് സംസ്ഥാനം വിടാമെന്നാണ് ഇയാൾ കരുതിയിരുന്നത്. പക്ഷെങ്കിൽ സംഭവിച്ചത്, ജയിൽ ചാടിയ ശേഷം ഇയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി. എത്രയും പെട്ടെന്ന് സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ ജയിൽ ചാടിയതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലുള്ള വഴി ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. സ്വാഭാവികമായും ജയിൽ പരിസരത്ത് നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ശേഷം പിന്നീട് അവിടെ നിന്ന് നടന്നു നീങ്ങുകയായിരുന്നു. ഒരു ബാണ്ടക്കെട്ടും ഉണ്ടായിരുന്നു. ബാണ്ടക്കെട്ട് ഈ സ്വാധീനമില്ലാത്ത കൈ ഈ ബാണ്ടക്കെട്ടിൻ്റെ മേൽ വെച്ചാണ് നടന്നത്. അത് തന്നെയാണ് മറ്റുള്ളവർ ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ പ്രധാനമായും കാരണം. പിന്നീട് നേരം പുലരുന്നതോട് മനസ്സിലാക്കിയ ഇയാൾ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് മാറി ഇന്ന് ഇരുടായതിനു ശേഷം കടന്നു കളയാനാണ് ഇദ്ദേഹം പദ്ധതിയിട്ടത്. ഇതിനു വേണ്ടിയാണ് ഇയാൾ കണ്ണൂർ ജയിലിൽ നിന്ന് നടന്ന് 4 കിലോമീറ്ററോളം സഞ്ചരിച്ച് രാവിലെ നേരം പുലർന്നതോടുകൂടി ഈ തളാപ്പിലെത്തിയപ്പോൾ ആളൊഴിഞ്ഞ വീട്ടിലെത്തി ഈ കിണറ്റിൽ ഒളിക്കുന്നത്. പക്ഷെങ്കിൽ നാട്ടുകാർ, നമ്മൾ
അസിത, നമ്മളാണ് ഈ വാർത്ത ആദ്യം അപ്പോൾ നാട്ടുകാരെ അറിയിക്കുന്നത്. രാവിലെ 7:25 കൂടിയാണ് നമ്മൾ കൈരളി ന്യൂസാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തുന്നത്. ഉടൻ തന്നെ പ്രേക്ഷകർ ജാഗരൂകയായിരുന്നു. ഈ ഗോവിന്ദസ്വാമിയുടെ ഫോട്ടോ അടക്കം വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയിരുന്നു. പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം. കാരണം ഒരു കൈ മാത്രമേ ഇയാൾക്കുള്ളൂ, ഒരു കൈക്ക് മാത്രമേ സ്വാധീനമുള്ളൂ എന്നതിനാൽ